പർവ്വതങ്ങളെ തന്നെ കവച്ചു വെക്കുന്ന ശക്തി, ഭൂമിയെ കുലുക്കുന്ന കുതിച്ചുചാട്ടം, തീയുടെയും വെള്ളത്തിന്റെയും ഏറ്റുമുട്ടലിൽ നിന്ന് നീരാവിയുടെ ഒരു ടൈറ്റൻ പിറന്നു. ഇത് കേവലം ഒരു രാക്ഷസനല്ല, മറിച്ച് പ്രകൃതിയുടെ തന്നെ ഒരു ശക്തിയാണ്. ഓരോ ചുവടുവെപ്പിലും അവൻ നദികളെ കൊടുങ്കാറ്റുകളായും ശ്വാസം തീയായും രൂപപ്പെടുത്തുന്നു. അവന്റെ തിളച്ചു മറയുന്ന ശക്തിയിൽ യുദ്ധക്കളം തന്നെ വിറയ്ക്കുന്നു. അതെ, നാശത്തിന്റെ പ്രതീകമായ, ഇതിഹാസങ്ങളിൽ ടെയിൽഡ് ബീസ്റ്റ് എന്ന് മുദ്രകുത്തപ്പെട്ട കോക്കോ എന്ന അപരനാമമുള്ള ദ നോബിൾ ഫൈവ് ടെയിൽസ്. ഓക്കെ ഫൈൻ, നാറൂട്ടോ സീരീസിലെ 9 ഡിഫറെന്റ് ടെയിൽഡ് ബീസ്റ്റുകളിൽ 5ാമത്തെ ടെയിൽഡ് ബീസ്റ്റ് ആണ് ഈ പറഞ്ഞ കോക്കുവോ. ഈ ഒരു ടെയിൽഡ് ബീസ്റ്റിന്റെ ഒറിജിനൽ ക്രിയേഷനും ഹിസ്റ്ററി ഇൻ ഷിനോബി വേൾഡും അവരുടെ ഹോസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചുറുക്കികൾ ആരാണെന്നും എന്തൊക്കെ പ്രത്യേകം അല്ലെങ്കിൽ യുണീക്കുമായിട്ടുള്ള പവറാണ് കോക്കുവോയ്ക്ക് ഉള്ളതെന്നും ഇനി അതുകൂടാതെ എന്തെങ്കിലും പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നറൂട്ടോ വേൾഡിൽ ഇവരുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഓർ ലെഗസി, അവൻ്റെ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. എല്ലാ ടെയിൽഡ് ബീസ്റ്റിന്റെ കഥ പറയുന്നത് പോലെ തന്നെ ഒറിജിനൽ ക്രിയേഷൻ പറയുകയാണെങ്കിൽ അങ്ങ് സേജ് ഓഫ് സിക്സ് പാത്തിന്റെ കാലത്തോട്ട് പോകണം. അതായത് ഹോഗ്രോമോ ഒട്സുത്സുക്കി എന്ന സേജ് ഓഫ് സിക്സ് പാത്ത് 10 ടെയിൽസിന്റെ ചക്ര 9 ഡിഫറെന്റ് ടെയിൽഡ് ബീസ്റ്റുകളാക്കി ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ 5ാമത്തെ ടെയിൽഡ് ബീസ്റ്റായി മാറിയ ആ ഒരു ബീസ്റ്റാണ് കോക്കുവോ അല്ലെങ്കിൽ 5 ടെയിൽസ്. നാറൂട്ടോ ഡേറ്റ ബുക്കിലും പിന്നെ നമ്മൾ സീരീസിൽ കാണുമ്പോഴും മനസ്സിലാവുന്ന ഈ ഒരു അപ്പിയറൻസ് 5 ടെയിലിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസീവ് ക്രീച്ചറാണ്. ഒരു ബോഡി ഓഫ് എ ഹോഴ്സ് ഉള്ള, അതായത് ഒരു കുതിരയുടെ ബോഡിയുള്ള ഒരു ഡോൾഫിൻ്റെ തലയോട് കൂടിയുള്ള ഒരു മാസീവ് ബീസ്റ്റാണ് ഈ പറഞ്ഞ 5 ടെയിൽസ് അല്ലെങ്കിൽ കോക്കുവോ. ഇദ്ദേഹത്തിൻ്റെ നിക് നെയിം ദ നോബിൾ ബീസ്റ്റ് എന്നാണ്. കാരണം ഇദ്ദേഹം വളരെ കാം ആൻഡ് റെസ്പെക്ട്ഫുൾ നേച്ചർ വെച്ച് പുലർത്തുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ നമുക്ക് കോക്കുവോയുടെ ഷിനോബി വേൾഡിലെ ഹിസ്റ്ററി ഒന്ന് നോക്കുകയാണെങ്കിൽ ഹാഗ്രോമോ ഒട്സുത്സുക്കിയുടെ ആ ഒരു ഡെത്തിന് ശേഷം ടെയിൽഡ് ബീസ്റ്റ് എല്ലാം സ്കാറ്ററായി പോവുകയും അവരെ ഭയന്ന് പല രാഷ്ട്രങ്ങളിലും ജീവിക്കുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അവസാനം ഹാഷിറാമ സെഞ്ചു എന്ന് പറയുന്ന സെഞ്ചു ക്ലാനിൻ്റെ ലീഡറാണ് കോക്കുവോനെ ആ ഒരു എറയിൽ പിടിച്ചു കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഹാഷിറാമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഈ ടെയിൽഡ് ബീസ്റ്റിനെ കിട്ടിയത് ഇവാഗാക്കുറയിലെ അല്ലെങ്കിൽ ഹിഡൻ സ്റ്റോൺ വില്ലേജിലെ ആൾക്കാർക്കായിരുന്നു. പിന്നീട് അവർ അതിനെ അവരുടെ നാഷണൽ വെപ്പൺ തന്നെയാക്കി മാറ്റിയെടുത്തു. ഇനി കോക്കുവോയുടെ നോൺ ആയിട്ടുള്ള ജിഞ്ചുറുക്കി അല്ലെങ്കിൽ ഹോസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ സീരീസിലും മാങ്കയിലും ആകെ ഒരാളുടെ പേര് മാത്രമേ നോൺ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഹാനാണ്, ഇവാഗാക്കുറയിലെ ഹാൻ. സീരീസിലാണെങ്കിലും ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അദ്ദേഹം ഭയങ്കര ടോളാണ്. അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റീം പവേർഡ് ആർമർ അദ്ദേഹം ധരിച്ചിരിക്കും. നമുക്ക് ബ്രീഫായിട്ട് അദ്ദേഹത്തെ 4th ഗ്രേഡ് നിഞ്ച വാറിൻ്റെ സമയത്ത്, അതായത് റിയാനിമേറ്റഡ് ജിഞ്ചുറുക്കി അണ്ടർ ടോബീസ് കൺട്രോൾ ഉണ്ടല്ലോ, ആ ടൈമിൽ കാണാവുന്നതാണ്. ഇനി കോക്കുവോയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ സ്റ്റീം റിലീസാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ യൂണീക്ക് പവർ, അല്ലെങ്കിൽ ബോയിൽഡ് റിലീസ് എന്ന് പറയും. ഇതൊരു യൂണീക്ക് എക്കെ ഗെൻകൈയാണ്. ഫയറിൻ്റെയും വാട്ടറിൻ്റെയും റിലീസിലൂടെ ഉണ്ടാകുന്ന ഒരു യൂണീക്ക് എക്കെ ഗെൻകൈ. ഇത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് വിളിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ പവർ സ്പീഡും ഇതിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പവേഴ്സിൽ വരുന്നതാണ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മെൻസ് ആയിട്ടുള്ള സ്ട്രെങ്തും സ്പീഡും. പിന്നെ ഓഫ് കോഴ്സ് എല്ലാ ടെയിൽഡ് ബീസ്റ്റിനും ചെയ്യാൻ പറ്റുന്ന പോലെ ബിജു ഡാമ ബോൾസ്, അതെ ടെയിൽഡ് ബീസ്റ്റ് ബോൾസ് ഉണ്ടല്ലോ, അവർ ആ ഒരു വലിയ അഗ്നിഗോളം തന്നെ പുറപ്പെടുപ്പിക്കാനും ഇദ്ദേഹത്തിനും കഴിയും. ബട്ട് ഈ ഒരു കേസിൽ യുണീക്ക് ആയിട്ടുള്ള വേറെ എന്ത് കാര്യം എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ജിഞ്ചുറുക്കി ആയിട്ടുള്ള ഹാന് ബോയിൽഡ് റിലീസിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു അൺറൈവൽഡ് സ്ട്രെങ്ത് തന്നെയാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഹാൻ ഈ ഒരു ബോയിൽഡ് റിലീസ്. നാറൂട്ടോ ഡേറ്റ ബുക്ക് പറയുന്ന പ്രകാരം ഒരു ഫുൾ ബിജു ഫോമിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാനിൻ്റെ യുണീക്കായിട്ടുള്ള ടൈജിറ്റ്സു കോക്കുവോയുടെ ഇമ്മെൻസ് പവറുമായിട്ട് കോമ്പൈൻ ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇനി ഇവരുടെ പേഴ്സണാലിറ്റി ആൻഡ് ട്രൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള മെയിനായിട്ടുള്ള ബിജൂസ് ലൈക്ക് എന്നാ പറയുന്നത്, നമ്മുടെ കുറാമേനെയോ ഷുക്കാക്കേനെയൊക്കെ പോലെ അല്ല നമ്മുടെ ഈ പറഞ്ഞ കോക്കുവോ ജനറലി കാം ആൻഡ് പൊളൈറ്റ് നേച്ചറുള്ള ഒരു ടെയിൽഡ് ബീസ്റ്റ് ആണ്. ആൻഡ് ഈവൻ ആഫ്റ്റർ ദ വാർ നമുക്കറിയാം നാറൂട്ടോ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പും നല്ല രീതിയിൽ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് കോക്കുവോ കാണുന്നത്. നാറൂട്ടോ വേൾഡിൽ ഇവരുടെ ഇമ്പാക്റ്റ് ആൻഡ് ലെഗസി നോക്കുകയാണെങ്കിൽ കുറാമേനെ പോലെയുള്ള ഒരു സെൻട്രിക് റോളൊന്നും അല്ല നമ്മുടെ കോക്കുവോയ്ക്കുള്ളെങ്കിൽ കൂടി കോക്കുവോയെ ഹാനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എല്ലാ വില്ലേജ് വെപ്പണൈസ് ചെയ്യേണ്ട ഒരു ബിജുവിനെ കറക്റ്റായിട്ട് അവരെ അങ്ങനെ ഒപ്രസ് ചെയ്യാതെ എങ്ങനെ വെപ്പണൈസ് ചെയ്യാമെന്ന് നമുക്ക് കാണിച്ചു തന്നു. ഇനി നമുക്ക് വീക്ക്നെസ്സും കൗണ്ടേഴ്സും നോക്കുകയാണെങ്കിൽ ഹാനായിട്ടുള്ള ജിഞ്ചുറിക്കിക്ക് ആ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെഞ്ചിറ്റ്സു തന്നെയാണ്. കാരണം ടോബി അത് ഉപയോഗിച്ചിട്ടാണ് അവരെ സ്ലേവ് ആക്കിയത്.
അതുകൂടാതെ തന്നെ സ്കീം ബേസ്ഡ് ആയിട്ടുള്ള എബിലിറ്റീസ് ലോങ് റേഞ്ച് ഫൈറ്റിന് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് വലിയ ഉപകാരമൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല. സീലിംഗ് ടെക്നിക്കിനും ഇത് വെറും ധൂളിക്ക് സമമാണ്. അതുകൂടാതെ തന്നെയും രണ്ടുപേരുടെയും, അതായത് ഹോസ്റ്റിൻ്റെയും ബീസ്റ്റിൻ്റെയും ആ ഒരു ഫുൾ പൊട്ടൻഷ്യലും കോപ്പറേഷനും ഇല്ലെങ്കിൽ ഒരിക്കലും പൂർണ്ണ അവസ്ഥയിൽ അല്ലെങ്കിൽ ഉച്ചസ്ഥാനിയിലെത്തിയ പവർ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇനി ഒരു സമ്മറി രൂപേണ പറയണമെങ്കിൽ ഫൈവ് ടൈൽസ് എന്ന് പറയുന്ന കോക്കോ സിംബിളൈസ് ചെയ്യുന്നത് റോ സ്ട്രെങ്തിനെയും സ്പീഡിനെയും നൊബിലിറ്റിനെയുമാണ്. ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും നിലവിൽ നറൂട്ടോ ഡേറ്റ ബുക്കിലോ അല്ലെങ്കിൽ സീരീസിലോ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എക്സ്ട്രാ വിവരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നറൂട്ടോ റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ വോയിസ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. I told you